പറയാതെ ഒരു സ്ഥലത്തും പോവാത്ത ആളായിരുന്നു. ഇപ്പൊ എന്താ ഈ മാറ്റമൊന്നും മനസ്സിലാവുന്നില്ല. ടെൻഷൻ ആവാതെ നമുക്ക് അന്വേഷിക്കാം. അതെ, ഏതായാലും ദൂരെ ഒരിടത്തേക്കും പോയി കാണില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പറയുമല്ലോ. ഇന്നലെ രാത്രി സഹദേവേട്ടൻ എന്തോ കണ്ട് നന്നായി പേടിച്ചിട്ടുണ്ട്. അതാ എന്റെ ടെൻഷൻ. പുറത്തുള്ളവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി എന്തൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം. അഷിത, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചാണോ പറയുന്നേ? ഞാൻ ആരും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഇനി സ്വയം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. അഷി, വേണ്ട. വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. അഷി പറഞ്ഞില്ല എന്താ തെറ്റ്? ഇന്നേ വരെ ഈ വീട്ടിൽ നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങളിവിടെ വന്നതിന് ശേഷം നടക്കുന്നത്. നിങ്ങൾ പരസ്പരം ഓരോന്ന് പറഞ്ഞ് തർക്കിച്ച് സമയം കളയാതെ എന്റെ സഹദേവേട്ടൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കും. ചെറിയ വിഷമിക്കാതെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറിയ വരും. അതെ, എന്നിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. ഇതൊന്നുമല്ല. ഇനി അങ്ങേരാ പഴയ ബന്ധം അങ്ങനെ പുതുക്കാൻ പോയോന്നാ എന്റെ പേടി. ചെറിയച്ഛൻ പഴയ കാമുകിയാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഏയ്, അങ്ങനൊന്നും ആവില്ല. അതൊക്കെ ചെറിയമ്മയ്ക്ക് വെറുതെ തോന്നുക. എനിക്കൊന്നും അറിയില്ല. ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. ഈ മനുഷ്യന് എവിടെയാണോ എന്തോ. കാണിക്കുന്നേ എന്താ ഇത്? ചെറിയമ്മ ഒന്ന് സമാധാനിക്ക്, നമുക്ക് ചോദിക്കാം. അത് ചോദിച്ചിട്ട് മിണ്ടണ്ടേ? എടാ, നിനക്ക് എന്താ പറ്റിയേ? എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തേ? അയ്യോ, ശരിക്കും വട്ടായോ? എന്റെ ജീവിതം പോയല്ലോ ഭഗവാനെ. ഇതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ കരയാതെ. സഹദേവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചേച്ചി, അല്ല ചേച്ചി, ഇങ്ങനെ കിളി പോയെന്നാ തോന്നുന്നത്. എന്റെ മോൾക്ക് ഇനി ഒരു നല്ല കല്യാണം പോലെ വരുമെന്ന് തോന്നുന്നില്ല. അയ്യോ, സഹദേവേട്ടാ, സഹദേവേട്ടാ, സഹദേവേട്ടാ. സഹദേവാ, നിനക്കുള്ള പണി ഇതിനകത്തുണ്ടായിരുന്നു. അത് കണ്ടോ, അത് വെച്ചാണ് നിന്നെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടത്. നീ ആരോടൊക്കെ സംസാരിച്ചു, എവിടെയൊക്കെ പോയെന്ന് ഞങ്ങൾക്കറിയാം. നീ മേനോന്റെ കൂടെയുള്ള ആളെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അയാൾ എക്സിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ നീ അങ്ങോട്ട് പോയി. ഇതല്ലേ നിന്റെ എക്സ്? ഇനി നീ മിണ്ടാതിരിക്കുന്നോണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യും, നീ സത്യം പറഞ്ഞ നിന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അത് നീ തീരുമാനിക്കേണ്ട കാര്യമോ? അതെ, ഇനിയുള്ള കാലം ജയിലിൽ കഴിയണോ അതോ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സുഖമായി ജീവിക്കണോ? നീ തന്നെ തീരുമാനിക്കണം. മാപ്പ് സാക്ഷി ആയില്ലെങ്കിൽ ജയിലിൽ കഴിയാന്ന് വ്യാമോഹിക്കുന്നു. മിക്കവാറും വധശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ കേസിലുണ്ട്.
നീ പറ യവനല്ലേ നിന്റെ എക്സ്? അതെ. ആ ഞങ്ങൾക്കറിയാവുന്നുള്ള കാര്യം ഇത്. എന്നാലും നിന്റെ ഒരു മൊഴിയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പൂർത്തിയായി. താങ്ക് യു. ഹലോ, പറ കുട്ടേട്ടാ. ആ മോളെ, ഞങ്ങളാ ഡ്രൈവർക്ക് പൃഥ്വിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പൃഥ്വി തന്നെയാണെന്ന് അവൻ മൊഴിയും തന്നിട്ടുണ്ട്. പൃഥ്വിയെ കസ്റ്റഡിയിലെടുക്കാനും മെയിനോന്റെ ഡീറ്റെയിൽസ് അവനെ കൊണ്ട് പറയിക്കാനും പറ്റിയ അവസരം ഇത്. അതെ മോളെ, ഇനി അവനെ അവിടെ നാടകം കളിക്കാൻ സമ്മതിക്കരുത്. എന്തെങ്കിലും പറഞ്ഞ് അവനെ പുറത്തിറക്കുക, അറസ്റ്റ് ചെയ്യുക. പൃഥ്വിയെ അറസ്റ്റ് ചെയ്താലും അവൻ പെട്ടെന്ന് കാര്യങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവനെ നമ്മളെ കൈ കിട്ടിയ അവനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാന്നേ. ഓക്കെ കുട്ടേട്ടാ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. ആ ശരി മോളെ. ആ കുട്ടേട്ടൻ വിളിച്ചിരുന്നു. പൃഥ്വിയാണ് എക്സ് എന്ന ഡ്രൈവർ കൺഫേം ചെയ്തു. നമുക്കത് കഴിഞ്ഞ ദിവസം തന്നെ കൺഫേം ആയെങ്കിലും ഇങ്ങനൊരു മൊഴി വളരെ അത്യാവശ്യമായിരുന്നു. അതെ. ഇനി ആ ഡ്രൈവറെ മുന്നിൽ നിർത്തി പൃഥ്വിയെ ചോദ്യം ചെയ്താ അവനൊന്നും നിഷേധിക്കാൻ പറ്റില്ല. മേനോനെതിരെ മൊഴി തരാൻ പൃഥ്വി തയ്യാറായ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കരുതും പോലെ അതത്ര നിസ്സാരമല്ല. പക്ഷേ ഇതെന്തായാലും ഒരു അവസരമാണ്. നമ്മളത് മിസ്സാക്കാൻ പാടില്ല. ഇല്ല,